നമസ്കാരം. ഒരു വലിയ ദുരന്തത്തിലൂടെയാണ് കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വയനാടിൽ സംഭവിച്ച ദുരന്തത്തിൽ സംസ്ഥാനം ഒന്നാകെ പകച്ചു നിൽക്കുകയാണ്. ഓരോ മണിക്കൂറിലും മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുന്നു. പുറത്തുവരുന്ന വാർത്തകൾ ഒട്ടും തന്നെ സുഖകരമല്ല. ഇപ്പോഴും അനേകം പേർ കാണാമറയത്താണ്. മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യതയെന്നാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നവർ അറിയിച്ചത്. ഇതിനിടയിൽ വയനാട് ദുരന്തത്തെ ചൊല്ലി രാജ്യസഭയിൽ പോരുമുറുകുകയാണ്. രാഷ്ട്രീയ മുതലെടുപ്പിനാണ് ഒരു വിഭാഗം ശ്രമിക്കുന്നത്. രാഷ്ട്രീയം മറന്ന് ഒരുമിച്ച് നിൽക്കേണ്ട സമയത്താണ് ചേരിതിരിഞ്ഞുള്ള ഈ പോര്. പ്രതിപക്ഷം ഈ ദുരന്തത്തെ ഒരു ആയുധമാക്കി മാറ്റാനാണ് ശ്രമിക്കുന്നത്. രാജ്യസഭയിൽ വയനാട് ദുരന്തം മുതലെടുപ്പിന് ശ്രമിച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് മുഖമടച്ചുള്ള മറുപടിയാണ് BJP MP തേജസ്വി സൂര്യ നൽകിയത്. ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ വയനാട് MP ആയിരിക്കെ രാഹുലിന് വീഴ്ച സംഭവിച്ചുവെന്നാണ് തേജസ്വി സൂര്യ മറുപടി നൽകിയത്. വയനാട്ടിലെ മുണ്ടക്കൈ, ചൂരൽമല മേഖലകളിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നിരവധി പേർ മരിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് തേജസ്വി രാഹുൽ ഗാന്ധിയെ എയറിൽ നിർത്തിയത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ, വയനാട്ടിൽ MP ആയിരുന്ന രാഹുൽ ഗാന്ധി ചുമതലയിലിരുന്ന കഴിഞ്ഞ 1800 ദിവസത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും ഉരുൾപൊട്ടൽ വെള്ളപ്പൊക്ക പ്രശ്നങ്ങളെക്കുറിച്ച് പാർലമെന്റിൽ ഉന്നയിച്ചിട്ടില്ലെന്നും വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള പശ്ചിമഘട്ട മേഖലകളിൽ നിന്നും 4000 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കണമെന്ന് കേരളത്തിലെ ദുരന്ത നിവാരണ അതോറിറ്റി അധികൃതർ 2020 നിർദ്ദേശിച്ചിരുന്നുവെന്നും ഇതുമായി ബന്ധപ്പെട്ട് ഇന്നുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നുമാണ് തേജസ്വി പറഞ്ഞത്. വയനാടിനെ 5 വർഷം പ്രതിനിധീകരിച്ച MP ഒരിക്കൽ പോലും ഈ പ്രശ്നം സഭയിൽ കൊണ്ടുവന്നില്ലെന്നും വിവിധ മതസംഘടനകളുടെ സമ്മർദ്ദം ഉള്ളതിനാൽ അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കാൻ കഴിയില്ലെന്ന് കേരളത്തിലെ വനം വകുപ്പ് മന്ത്രി അംഗീകരിച്ച കാര്യമാണെന്നും തേജസ്വി സൂര്യ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതേസമയം പല MPമാരും കേന്ദ്ര സർക്കാരിനെതിരായുള്ള രാഷ്ട്രീയ ചർച്ചയ്ക്കായുള്ള വേദിയാക്കി വയനാട് ദുരന്തത്തെ മാറ്റാൻ ശ്രമിച്ചതിനെതിരെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും രംഗത്തെത്തിയിരുന്നു. വയനാട്ടിൽ ദുരന്തം നടക്കുന്നതിന് 7 ദിവസം മുമ്പ് പ്രളയ മുന്നറിയിപ്പ് ആവർത്തിച്ച് നൽകിയിരുന്നുവെന്നും ഒരാഴ്ച മുൻപ് തന്നെ NDRF സംഘത്തെ അയച്ചിരുന്നതായും കേന്ദ്രത്തിന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും അമിത്ഷാ സൂചിപ്പിച്ചു. ദുഃഖിതരായ കുടുംബങ്ങൾക്ക് അനുശോചനം അറിയിച്ചതിന് പിന്നാലെയാണ് അമിത്ഷാ ഇക്കാര്യം വിശദീകരിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ, രാജ്യത്തെ ജനങ്ങളോട് ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. നേരത്തെ മുന്നറിയിപ്പ് നൽകിയില്ലെന്ന പരാമർശങ്ങൾ ഇവിടെ ഉയരുന്നുണ്ട്. ജൂലൈ 23-ന് കേരള സർക്കാരിന് കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. ഈ ദുരന്തം സംഭവിക്കുന്നതിന്റെ 7 ദിവസം മുൻപാണ്. ജൂലൈ 24-നും 25-നും ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകി. അതിശക്തമായ മഴ പെയ്യുമെന്ന് ജൂലൈ 26-നും മുന്നറിയിപ്പ് നൽകിയിരുന്നു. മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യതയുണ്ടെന്നും അറിയിച്ചിരുന്നു. മുന്നറിയിപ്പ് സംവിധാനങ്ങളെക്കുറിച്ചും കേന്ദ്ര സർക്കാരിനെക്കുറിച്ചും ചോദ്യങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഇത് വ്യക്തമാക്കുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. കൂടാതെ 2014 മുതൽ 2000 കോടി രൂപയാണ് മുന്നറിയിപ്പ് സംവിധാനങ്ങൾക്കായി ചെലവഴിച്ചിട്ടുള്ളതെന്നും അമിത്ഷാ സൂചിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.